പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആദ്യമായി മണിപ്പൂരിലെത്തും. ചുരാചന്ദ്പൂരിലും ഇംഫാലിലും പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് മണിപ്പൂരിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം വിനീതയുടെ നേതൃത്വത്തിൽ അവിടെയുണ്ട്. ഇംഫാലിൽ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇംഫാലിലെത്തിയപ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അപകടം പിടിച്ച സ്ഥലത്തൊക്കെ ഈ പെൺകുട്ടിയെ മാത്രമാണോ എപ്പോഴും നിങ്ങൾ അയക്കുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഫയർ ബ്രാൻഡാണെന്ന് അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. അതെ, വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപ് മണിപ്പൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഇംഫാലിൽ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ നഗരങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്, ഞാൻ നിൽക്കുന്ന ഈ മേഖലകളിലൊക്കെ അന്ന് വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന മേഖലയാണ്, വലിയ സമരങ്ങളൊക്കെ നടന്ന മേഖലയാണ്. ഇന്നിതാ ഇപ്പോൾ ഇവിടുത്തെ ജനജീവിതം ഏറെക്കുറെ ഒരു സമാധാനപരമായി അവർ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അന്നൊക്കെ എത്തുമ്പോൾ ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഒക്കെ നമ്മളോട് പറഞ്ഞത് അവർക്ക് വലിയ ആശങ്കയുണ്ട്, ഭയപ്പാടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയല്ല. അവരുടെ മുഖത്തൊക്കെ ഒരു ചെറു പുഞ്ചിരിയുണ്ട്. അത് തന്നെയാണ് വലിയ ആശ്വാസം. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഇവിടെയുള്ള ചില മേഖലകളിലൊക്കെ പോയി അവിടെയുള്ള സ്ത്രീകളും ഒക്കെ ആയി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും സമാധാനത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഒരു വിഭാഗത്തിലേക്കുള്ള ആളുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മറുവിഭാഗത്തിലുള്ള ആളുകൾക്ക് അവിടേക്ക് യാത്രയ്ക്കൊക്കെ തന്നെ നിരോധനമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് മാറണം, പൂർണ്ണമായും സമാധാനം വേണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏതാണെങ്കിലും 2 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെ മണിപ്പൂരിലെ ജനത വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം മണിപ്പൂരിൽ വികസനം കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കംഗ്ലയിലാണ്. ഇത് മണിപ്പൂരിലെ കംഗ്ല കോർട്ടാണ്, ഒരു കൊട്ടാരമാണ്. ഇംഫാൽ നദിയുടെയൊക്കെ തീരത്താണുള്ളത്. ഇന്ന് ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുന്നത്. ഇംഫാലിലെ പരിപാടി നടക്കുന്നത് ഈ കംഗ്ലയിലാണ്. തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ മണിപ്പൂരിന്റെ പോലീസിന്റെ ഒരു വിങ് ഉണ്ട് ഇവിടെ. ഇത് കൂടാതെ തന്നെ കേന്ദ്രസേനയെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ഒക്കെ ഉള്ള ഒരു സുരക്ഷാ സംവിധാനം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ കംഗ്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇംഫാലിൽ 2:30-ക്കാണ് പരിപാടി ഉള്ളത്. ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിൽ മറ്റൊരു പരിപാടിയുണ്ട്. അവിടെയാണ് ആദ്യം പ്രധാനമന്ത്രി എത്തുക. അവിടെ ഏതാണ്ട് 7500 കോടി രൂപയിലധികമുള്ള പദ്ധതികൾ അദ്ദേഹം അവിടെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും ഈ ഇംഫാലിലേക്ക് എത്തിച്ചേർന്നത്. സമാന രീതിയിൽ ചുരാചന്ദ്പൂരിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുരാചന്ദ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കുക്കി വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്, അവർക്ക് ആധിപത്യമുള്ള മേഖലയാണ്. ഈ കലാപങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആ മേഖലയിൽ തന്നെയാണ്. ഈ ചുരാചന്ദ്പൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ തന്നെ അക്രമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇംഫാലിനെ സംബന്ധിച്ചിടത്തോളം മെയ്തേയ് വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഇങ്ങനെ ഇരു വിഭാഗത്തിനും സ്വാധീനമുള്ള 2 മേഖലകളിലായാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടി ഉണ്ടാകുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇംഫാലിലെ മണിപ്പൂരിലെ ജനത പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. കാരണം സമാധാനത്തിന് മറ്റുമുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സമാധാന കരാറിൽ കുക്കീസോ വിഭാഗങ്ങളൊക്കെ ഒപ്പിട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതുമാണ്. ഇതിനിടയിൽ പ്രധാനമന്ത്രി എത്തുന്നു. സംസ്ഥാനത്തിന് വേണ്ടി വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ റോഡ് വികസനമുണ്ട്, നഗര വികസനമുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകൾക്കും മറ്റും താമസിക്കുന്നതിനായുള്ള പ്രത്യേക പാർപ്പിട സൗകര്യം സമുച്ചയമൊരുക്കുന്ന പദ്ധതി, ഇങ്ങനെ വിവിധ പദ്ധതികളാണ് അദ്ദേഹം ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വലിയ ഒരു സമാധാനത്തിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസവും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയുമാണ് മണിപ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉൾപ്പെടെ ഇന്നലെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിരുന്നത് ഏതാണെങ്കിലും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ടല്ലോ അത് നല്ല കാര്യമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം 3 മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളത് മണിപ്പൂരിൽ. ഈ 3 മണിക്കൂർ കൊണ്ട് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസ് ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതാണെങ്കിലും പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഫാൽ നദി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നദിയുടെയൊക്കെ തീരത്താണ്. കൊട്ടാരമാണ് പുറകിലായി കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇംഫാലിലെ നഗരമേഖലകളിൽ കടകളൊക്കെ ഇത് തുറക്കുന്നതിനൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 പാർട്ടികൾ, അവർ നിരോധിത പാർട്ടികളാണ്. അവരുടെ നേതൃത്വത്തിൽ ഇന്ന് ബന്ദിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.